ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രതാളുകളിൽ 13 എന്ന അക്കത്തിന് പറയാനുള്ളത് ഒരൊറ്റ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ആവേശം നിറഞ്ഞ കഥയാണ്. ഒരു നമ്പറിന് മനുഷ്യന്റെ വിധിയെ തകിടം മറിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന അന്ധവിശ്വാസികളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയതായിരുന്നു ആ സംഭവം. 1996-ൽ രാജ്യം കാതോർത്ത ആ രാഷ്ട്രീയ നാടകത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം ആദ്യമായി അധികാരമേറ്റെങ്കിലും കൃത്യം 13-ാം ദിവസം ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ ആ സർക്കാരിന് ഭരണം വിട്ടൊഴിയേണ്ടി വന്നു. അന്ധവിശ്വാസികൾ വിധിയെഴുതി ഇത് 13 എന്ന നമ്പറിന്റെ ശാപമാണെന്ന്. എന്നാൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ 1998-ൽ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ കാത്തിരുന്നത് അതിലും വലിയൊരു സസ്പെൻസായിരുന്നു. ഒരൊറ്റ വോട്ടിന്റെ വ്യത്യാസത്തിൽ ഇത്തവണ സർക്കാർ വീണത് കൃത്യം 13-ാമത്തെ മാസത്തിലായിരുന്നു. ഒരു തവണയല്ല, 2 തവണ തുടർച്ചയായി ഒരേ നമ്പർ വന്ന് ഭരണം തകർത്തപ്പോൾ ഏതൊരു സാധാരണക്കാരനും ആ നമ്പറിനെ ഭയന്നുപോകുമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം രാജ്യം വീണ്ടുമൊരു പൊതുതിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയപ്പോൾ വല്ലാത്തൊരു യാദൃച്ഛികതയെന്നോണം അത് ഇന്ത്യയുടെ 13-ാം ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പായിരുന്നു. ഒടുവിൽ അന്ധവിശ്വാസങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ഒക്ടോബർ 13-ാം തീയതി തന്നെ അദ്ദേഹം വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. തനിക്കെതിരെ വന്ന അതേ 13 എന്ന നമ്പറിനെ തന്റെ ജനപ്രീതി കൊണ്ട് തോൽപ്പിച്ച് 5 വർഷം തികച്ചു ഭരിച്ച് രാജ്യം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായി മാറിയ ആ ജനനായകനായിരുന്നു അടൽ ബിഹാരി വാജ്പേയി.